ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഫോർ ചോറ്റാനിക്കര ടെമ്പിൾ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ പാർട്ട് 2 ആണ്. അടുത്ത പാർട്ട് 3 അടുത്ത വീഡിയോയിൽ വരണമായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ യാർഡ്ലിയുടെ ഒരു പൗഡറാണ്. നമുക്ക് നേരെ ഇതിടാം. ഓക്കെ, ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം കൈകൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ അതെടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ വന്നു. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്യണം ഈ കണ്ണാടിയിലൂടെയാണ്. കണ്ടോ, എന്നെ തന്നെ കാണാം ഇതിൽ. ഇത് നോക്കി ഫ്രണ്ട്സ്, ഇതൊരു കണ്ണാടി, അതിലൊരു ഫോൺ, അതിൻ്റെ ഉള്ളിലൊരു ഫോൺ കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ഫോൺ. അങ്ങനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഇതൊരു കണ്ണാടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് തീരെ അറിയാട്ടോ. നിറച്ചും പൗഡറാണ് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. 3, 2, 1 ഗോ. അപ്പോൾ അതേ ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്ക്രീൻ. ഫ്രണ്ട്സ്, ഞാൻ ഈ മുടി കെട്ടി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം വെക്കും. അപ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് ഊരിപ്പോവും. അപ്പം മുടികളൊക്കെ ഇങ്ങനെ ഷോർട്ട് ബേബി ഹെയറൊക്കെ പുറത്തേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് പൊന്തി വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കെട്ടി വെച്ചേക്കണം. എന്നിട്ട് ഇത് വെക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് കണ്ടോ, ബാക്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. ഓക്കെ, അത് മുടി ഇരുമ്പോൾ ശരിയായിക്കോളും. കാരണം ഇന്ന് ഞാൻ തല വിളിച്ചിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളിഷറാണ്. എൻ്റെ ബാക്കിൽ ഞാൻ ഒരു ലാപ്ടോപ്പ് പോലെ ഇവിടെ കുറേ സാധനങ്ങൾ വരച്ച് വെച്ചേക്കും. അതൊന്നും മൈൻഡാക്കണ്ട. ഓക്കെ, അപ്പം പോളിഷ് ചെയ്യാം. ഉറപ്പ് ഫ്രണ്ട്സ്, ഒരു കുറവ്. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഇത് പോളിഷ് ചെയ്തിട്ടായിരുന്നു ഈ പൗഡറുണ്ട്. പക്ഷെ അത് ഞാൻ മറന്നു. ഓക്കെ, അപ്പോഴത്തേ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റാണ്. ഇതിൽ ഓരോരോ പാർട്സായിട്ട് അറിയാം നിങ്ങൾക്ക്. നേരത്തെ ഒരു ഇതിന് മുമ്പത്തെ പാർട്ട് 1 കാണാത്തവരൊക്കെ പോയി ഒന്ന് കാണണേ. ഓക്കെ, ഇതേ ഇങ്ങനെ ഊരിയെടുക്കണം. എന്നിട്ട് ഇതൊരു ഹാർട്ട് ഷേപ്പ് പോലെ വെക്കണം. അപ്പം നിങ്ങളിതൊക്കെ കാണിക്കാമെന്നാണ്. ഇത് കണ്ടോ, അതാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതാണ്. ഇത് പോയി കാരണം ഞാൻ മാതി പൊട്ടിച്ചാട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു ബ്രൗൺ കളറാണ്. പിന്നെ ഈ ഒരു ഗ്രീൻ കളറും. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വേറെന്തൊരു കളറാണ് ഇട്ടേച്ചതെന്നാണ് തോന്നുന്നത്. ഗ്രീൻ കളർ തന്നെയാണ്. ശരി, വേറൊരു ഗ്രീനും യെല്ലോയും കൂടിയാണ് ഞാൻ ഇട്ടേച്ചത്. ഓക്കെ, ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ കളർ നല്ലോണം അങ്ങോട്ട് അമർത്തിയിട്ട് കണ്ണാടി നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്യും കേട്ടോ. കൂടിപ്പോയി കണ്ണിൽ കണ്ടോ, ചെറുതായിട്ട്, അങ്ങനെ അധികം വരില്ല.
ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഫ്രണ്ട്സ്? കാണില്ല. പക്ഷെ ഇതിൽ നല്ല ഈ കണ്ണാടിയിൽ നല്ല തെളിച്ചായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ലോണം കാണുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കളർ. ഇതിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെറുതായിട്ട്. ഗ്രീൻ കാണൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഡാർക്കായിട്ട് ചെയ്യുമ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗ്രീൻ നല്ലോണം കണ്ടു, യെല്ലോയും കണ്ടു. യെല്ലോയും ഗ്രീനുമാണ് ചെയ്തത്. ഓക്കെ, ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് അപ്പുറത്തും ചെയ്യാം. അയ്യോ, ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. എന്തായാലും ഒരു ചേഞ്ച് വന്നിട്ട് അങ്ങനെ അതേപോലെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ട്, നല്ലോണം കാണട്ടോ. ഒറ്റപ്പിരികം പൊക്കി കാണിച്ചുതരാം. ആശ്വാസം കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലത്തെ റോസ് പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ലൈറ്റ് ഇവിടെ കണ്ണിൻ്റെ താഴേക്ക് ഇത് കൺസീലറായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇടണം കേട്ടോ രണ്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കളർ എടുക്കാം. അയ്യോ ഫ്രണ്ട്സ്, ഞാൻ ഡാർക്കാണ് എടുത്തത്. ലൈറ്റ് ഇതാണ് കേട്ടോ ശരിക്കും മൂക്കിൻ്റെ താഴേക്ക് ഇല്ലെങ്കിൽ ഇതാണ് ലൈറ്റ്. മാറിപ്പോയി. ഈ കളർ എൻ്റെ സ്കിന്ന് പോലെയാണ് പറ്റുമ്പോൾ, കാരണം ഇത് നല്ല ലൈറ്റാണ്. വേർക്കുമ്പോൾ ചിലപ്പോൾ സിൽക്ക് വരാൻ സാധ്യതയുണ്ട്. സിൽക്ക് അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഫുള്ള് ചെയ്യും. ഓക്കെ, ഞാൻ അപ്പോൾ ഫുൾ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതെല്ലാം എടുത്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്ത ആക്സസറീസ് ആണ്. അല്ലെങ്കിൽ മുടി കെട്ടിയിട്ടിടാം കേട്ടോ ആക്സസറീസ്. ഇത് നമുക്ക് മുടി ഒന്ന് കെട്ടണം. മുടിയൊക്കെ ചീവി കെട്ടണം. അതിന് ഈ ഒരു പെട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ബുഷാണ് കേട്ടോ ഞാനിട്ടേ. കണ്ടോ, ഇതാണ് ബുഷ്. ഓക്കെ, ഇനി നമുക്ക് മുടിയൊക്കെ ചീവാം. അധികം ചടയൊന്നുമില്ല കേട്ടോ. കുളിച്ച് കഴിഞ്ഞിരുമ്പോൾ ഒട്ടും ചട ഉണ്ടാവില്ല. ഇപ്പം ചെറിയൊരു ചടയുണ്ട്. അടിയിലൊക്കെ ഇപ്പം ചട കുറച്ചുണ്ട് കേട്ടോ. നമുക്ക് ഈ ഭാഗം വെച്ച് ചെയ്യാം. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നല്ല ചീപ്പായിട്ടുള്ളൊരു ഭാഗം കേട്ടോ. നമുക്ക് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ ചടയൊക്കെ പതുക്കെ പതുക്കെ പോകും. അങ്ങനെ ഞാൻ ഇപ്പം കണ്ണിൽ കീഴാണ് നല്ലത്. ഇവിടെ ഏരിയ കോൺസെൻട്രേഷൻ കിട്ടൂല. ഓക്കെ, അങ്ങനെ ഞാൻ മുടിയെട്ടിട്ട് കാണാം. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇനി എല്ലാം ചെയ്തതിന് ലാസ്റ്റ് ചെയ്യും. പൊട്ടും എല്ലാം ചെയ്തതിന് ലാസ്റ്റ് ചെയ്യും. കാരണം പൊട്ടൊക്കെ ഇങ്ങനെ വേർപ്പരും തന്നെ പോവും. അപ്പോൾ നല്ലോണം ഒട്ടാൻ വേണ്ടി ലാസ്റ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ഇപ്പം ഞാൻ രണ്ടാമതൊന്നും കൂടി ഒന്ന് കൂടിപ്പോയി. അയ്യോ, കുറഞ്ഞൂടെ കൂടിപ്പോയി.
ഓക്കെ. ഇപ്പോൾ സൈഡുകൾ ഒരേ ഓക്കെ, അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി ആക്സസറീസ് ആണ് ഇടേണ്ടത്. ആക്സസറീസിലാക്കറിയില്ല. പിന്നെ മാല ഇടണം. ഓക്കെ, അപ്പം ഇതാണ് ഞാനൊരു ചെയിൻ ഇട്ടിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വാച്ച് കെട്ടണം. അപ്പം ഞാൻ വാച്ച് കെട്ടിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ വാച്ച് ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹെയർ ബാൻഡാണ് അടുത്തത്. കറക്റ്റായി. ഇനി പൊട്ട്, പിന്നെ ഗോൾഡൻ. ഇന്ന് ഞാൻ ഗോൾഡൻ പൊട്ടിട്ടു. ഇത് നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് കൈകൊണ്ട് തന്നെ എല്ലാം കുറച്ച് മിക്സ് ചെയ്യണം കേട്ടോ. വരാം, ഇതാക്കാം. ഇതെല്ലാം കൂടി ചാടിപ്പുറത്തേക്ക്. ഇപ്പം തന്നെ കൂടുതലായി കുറച്ച് തുടച്ചായ. ഓക്കെ, അങ്ങനെയല്ല. ഓക്കെ, അങ്ങനെ ഞാൻ മാലയൊക്കെ ഇട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ നേരത്തെ കിട്ടിയത് ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചരിച്ചാണ് പോണിറ്റയിൽ കെട്ടിയേക്കണം. ഇപ്പോൾ നല്ല ഒരു ചരിച്ചിട്ടപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇടാട്ടോ. പക്ഷെ എൻ്റെ മുടിക്ക് അത് ചേർച്ചയില്ല. അങ്ങോട്ട് ചരിച്ചിട്ടപ്പോൾ ഒരു ഭംഗി വന്നിട്ടുണ്ട്. ചരിച്ചിട്ടപ്പോൾ ഒരു ഭംഗി വന്നു. അപ്പോൾ മുടിയൊക്കെ നല്ലോണം ഒതുക്കി ഇടണം. അതുകൊണ്ട് ഞാൻ ഈ ചീപ്പത് പൊക്കി മോനെ. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പതുക്കെ പതുക്കെ. ഇതൊക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ പാർട്ട് 3 ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് സൈനസ് വ്ലോഗ്. ബൈ ബൈ.